ഹായ് ഡിയേഴ്സ്, ഗുഡ് മോർണിംഗ്. സച്ചിയുടെയും രേവതിയുടെയും ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അങ്ങനെ നമ്മുടെ വർഷയുടെ സ്റ്റുഡിയോയിലെത്തിയിട്ട് രേവതി വർഷയോട് സംസാരിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ വർഷ പറയുന്നുണ്ട്, രേവതി ചേച്ചി എന്തൊക്കെയായി പറയുന്നത്? എത്രയൊക്കെ പറഞ്ഞാലും എൻ്റെ അച്ഛനോട് ഇന്ന് സച്ചിയേട്ടൻ കാണിച്ചത് ഒരിക്കലും എനിക്ക് ക്ഷമിക്കാൻ പറ്റാത്ത അത്രയും തെറ്റ് തന്നെയാണ്. മോളേടി, അങ്ങനെയൊക്കെ സംഭവിച്ചതിന് പിന്നിൽ വേറെയും ചില കാരണങ്ങളൊക്കെ ഉണ്ട്. സച്ചിയേട്ടൻ ഒരുപാട് മാറിയതായിരുന്നു. പക്ഷേ നിൻ്റെ അച്ഛനാണ് പുറകെ നടന്ന് ഓരോരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയത്. പിന്നെ നിനക്ക് തോന്നുന്നുണ്ടോ രേവതി ചേച്ചി നിൻ്റെ സ്വർണ്ണമൊക്കെ മോഷ്ടിക്കുമെന്ന്? നീ ഒന്ന് ആലോചിച്ച് നോക്കും മോളെ. ഇത്രയും നാളും നീയും ഞാനും ഒരു വീട്ടിലല്ലേ താമസിച്ചത്. എന്നിട്ട് എപ്പോഴെങ്കിലും നിൻ്റെ അലമാരിയിലിരിക്കുന്ന പണവോ സ്വർണമോ എന്തെങ്കിലും ഞാൻ എടുത്തിട്ടുണ്ടോ? നീയൊന്ന് ആലോചിക്ക്. അപ്പം എല്ലാവരുടെയും മുന്നിൽ വെച്ച് എന്നെ കള്ളിയാക്കിയ സമയത്ത് സച്ചിയേട്ടൻ പിന്നെ എങ്ങനെയാണ് പ്രതികരിക്കേണ്ടത്? അല്ലെങ്കിൽ നീ ഒന്ന് ചിന്തിച്ച് നോക്ക്. നീയാണ് ആ സ്ഥാനത്തെങ്കിൽ നീ എങ്ങനെയായിരിക്കും പ്രതികരിക്കുന്നത്? അപ്പം വർഷയാണെങ്കിൽ അതൊക്കെ ആലോചിക്കുമ്പം അവൾക്ക് നല്ലൊരു വിഷമമൊക്കെ തോന്നുന്നുണ്ട്. ശരിക്കും അവളുടെ അച്ഛൻ എടുത്തു ചാടിയതാണെന്ന് അവൾക്കും ബോധ്യം തോന്നി തുടങ്ങി. അങ്ങനെ വർഷ പറയുന്നുണ്ട്, ചേച്ചി അതിന് എൻ്റെ അച്ഛനെ തല്ലേണ്ട ആവശ്യമുണ്ടോ? അച്ഛൻ പറഞ്ഞത് അതൊക്കെ ഒരു തെറ്റിദ്ധാരണയുടെ പുറത്ത് രേവതി അങ്ങനെ പറഞ്ഞു പോയതാണെന്നാ. എടി മോളെ, എന്തൊക്കെ സംഭവിച്ചാലും നിൻ്റെ ഭർത്താവ് നിൻ്റെ ഒപ്പമല്ലേ നിൽക്കുകയുള്ളൂ. അതുകൊണ്ടല്ലേ അവൻ നിൻ്റെ ഒപ്പം തന്നെ നീ ആ വീട്ടിൽ നിന്ന് പടിയിറങ്ങിയത്. ഇപ്പം നീ ഒന്ന് ആലോചിച്ച് നോക്ക്. അത്രയും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായപ്പം സച്ചിയേട്ടൻ എൻ്റെ കൂടെ അല്ലാതെ ആരുടെ കൂടെയാണ് നിൽക്കേണ്ടത്? ഒത്തിരി ക്ഷമിച്ചതാ. പക്ഷേ പിന്നെയും ഞാൻ കള്ളിയാണെന്നും ഞാൻ കട്ടുകൊണ്ട് വന്നിട്ട് ആ പൈസയ്ക്കാണ് സച്ചിയേട്ടൻ കുടിക്കുന്നതെന്നും എൻ്റെ അച്ഛനും അമ്മയും ഒക്കെ വളരെ മോശക്കാരാണോ എന്നുമൊക്കെ നിൻ്റെ അച്ഛൻ പറഞ്ഞു. അതൊന്നും ഒരിക്കലും ക്ഷമിക്കാനും പൊറുക്കാനും ഒന്നും പറ്റത്തില്ല മോളെ. അങ്ങനെയുള്ള ആ ഒരു സാഹചര്യത്തിൽ സച്ചിയേട്ടൻ നിൻ്റെ അച്ഛനെ അടിച്ചു പോയതാ, അല്ലാതെ മനഃപൂർവ്വം ഒന്നും ചെയ്തതല്ല. അതുകൊണ്ട് ഞാൻ പറയുന്ന കാര്യങ്ങളൊക്കെ കേട്ടിട്ട് നീ വീട്ടിലേക്ക് വരണം. നീ ഇല്ലാഞ്ഞിട്ട് നമ്മുടെ വീട് ഉറങ്ങിയതുപോലെയാണ്. അച്ഛനും അമ്മയ്ക്കും ഒക്കെ വലിയ വിഷമമുണ്ട്. അച്ഛനറിയാമല്ലോ അച്ഛൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ. അച്ഛൻ ഇതുപോലത്തെ സങ്കടങ്ങളൊന്നും താങ്ങാൻ പറ്റില്ല. അതുകൊണ്ട് നിങ്ങൾ രണ്ടുപേരും വീട്ടിലേക്ക് വരണം. ചേച്ചി, ഞാനൊന്ന് ആലോചിക്കട്ടെ മോളെ. ചേച്ചിക്ക് വേണ്ടിയിട്ട് നീ തിരികെ വരില്ലേ? നമുക്ക് എല്ലാവർക്കും കൂടി സന്തോഷത്തോടു കൂടി പഴയതുപോലെ നമ്മുടെ വീട്ടിൽ താമസിക്കാമെന്നൊക്കെ രേവതി പറയുക. വർഷയാണെങ്കിൽ രേവതിയോട് മറുത്തൊരക്ഷരം പോലും മിണ്ടാണ്ട് അവിടെ അങ്ങനെ നിൽക്കുമ്പം രേവതി പറഞ്ഞു, ഞാൻ പറയാനുള്ളതൊക്കെ പറഞ്ഞു, ഇനി നിൻ്റെ ഇഷ്ടം, ഞാൻ പോവുകയാണെന്ന് പറഞ്ഞ് അവൾ സങ്കടത്തോടു കൂടി അവിടുന്ന് പടിയിറങ്ങുക. പിന്നീടാണെങ്കിലോ നമ്മുടെ ശ്രീകാന്തിൻ്റെ റെസ്റ്റോറൻറ്റ് കാണിക്കുക. അവിടെയാണെങ്കിൽ ശ്രീകാന്ത് ഓർഡറൊക്കെ എടുത്തുകൊണ്ടിരിക്കുമ്പം സച്ചി അങ്ങോട്ട് വന്നു. സച്ചിയെ കണ്ട പാടെ തന്നെ ശ്രീകാന്ത് ഒരു നിമിഷം ഇങ്ങനെ നോക്കി. സച്ചിയാണെങ്കിലോ അവനോട് സംസാരിക്കാൻ തുടങ്ങിയതും ശ്രീകാന്ത് കൂട്ടുകാരനോട് പറഞ്ഞു, ദേ കസ്റ്റമർ വന്നത് നീ കണ്ടില്ലേ? അയാൾക്ക് എന്താ വേണ്ടതെന്ന് വെച്ചാൽ ഓർഡർ ചെയ്ത് എടുക്ക്, എന്നിട്ട് സാധനങ്ങൾ ഉണ്ടാക്കി കൊടുക്കുമെന്ന് പറഞ്ഞു. ദേ ശ്രീകാന്തെ, എന്നെ ചുമ്മാ ദേഷ്യം പിടിപ്പിക്കരുതെന്ന് പറഞ്ഞ് സച്ചി നമ്മുടെ ശ്രീകാന്തിൻ്റെ അടുത്തേക്ക് ദേഷ്യത്തിൽ വരിക. സച്ചിയേട്ടൻ എന്തിനാ ഇപ്പം ഇങ്ങോട്ട് വന്നത്? ഇനി എൻ്റെ ഉള്ള പണി കൂടി കളയാനാണോ? എടാ, ഞാൻ പറയുന്നതൊന്ന് കേൾക്ക്. എനിക്ക് നിന്നോടൊന്ന് സംസാരിക്കണം. എനിക്ക് സച്ചിയേട്ടനോടൊന്നും സംസാരിക്കാനില്ല. എൻ്റെ സച്ചിയേട്ടാ, ഞാൻ അവിടുന്ന് മനസ്സ് മടുത്ത് പോകുന്നതാ. എടാ, നീ ഇവിടെ വന്ന് നീ ഇപ്പോൾ ജോലിയും ചെയ്യുന്നുണ്ട്. നീ ഭാര്യ വീട്ടിൽ സുഖിച്ചുവാണ് ജീവിക്കുന്നത്. പക്ഷേ നീയും നിൻ്റെ ഭാര്യയും വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പം അവിടെ വിഷമിക്കുന്ന മറ്റ് ചില ആൾക്കാർ കൂടിയുണ്ടെന്ന് നീയൊന്ന് ആലോചിക്കണമായിരുന്നു. നീ ആരെക്കുറിച്ചും ചിന്തിച്ചില്ലെങ്കിലും നമ്മുടെ അച്ഛനെക്കുറിച്ചെങ്കിലും ചിന്തിക്കണമായിരുന്നു. അച്ഛന് വലിയ വിഷമമായടാ. അച്ഛന് നിന്നെ കാണാഞ്ഞിട്ട് തന്നെ വലിയ സങ്കടമുണ്ട്. ഇന്ന് തന്നെ വീട്ടിലൊരു പാഴ്സൽ വന്നിരുന്നു. നിൻ്റെ പേരിലാണ് വന്നത്. അപ്പോഴും ശ്രീകാന്തെന്ന് വിളിച്ചാണ് അച്ഛൻ സംസാരിച്ചത്. അതുകൊണ്ട് എൻ്റെ അനിയനല്ലേടാ നീ, ഞാൻ പറയുന്നത് നീ കേൾക്കില്ലേ? സച്ചിയേട്ടാ, എനിക്കിവിടെ ജോലി തിരക്കാണ്. എനിക്ക് ഇതൊന്നും സംസാരിക്കാൻ ഇപ്പം സമയമില്ല. പിന്നെ സച്ചിയേട്ടനും കുറച്ചൊക്കെ ക്ഷമിക്കാമായിരുന്നു. സച്ചിയേട്ടൻ എന്തിനാ അങ്ങേരെ തല്ലിയത്? എടാ, അത്രയും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായതുകൊണ്ടാണ് ഞാൻ അങ്ങേരെ കൈവച്ചത്. അല്ലായിരുന്നെങ്കിൽ ഞാൻ അങ്ങനെയൊന്നും ചെയ്യില്ലായിരുന്നു എന്ന് സച്ചി പറയുക. അപ്പോഴത്തേക്കിനും സച്ചിയുടെ കൂട്ടുകാരൻ വന്നിട്ട് നമ്മുടെ ശ്രീകാന്തിൻ്റെ കൂട്ടുകാരൻ വന്നിട്ട് സച്ചിയുടെ അടുത്ത് പറഞ്ഞു, അതെ, എത്രയും പെട്ടെന്ന് ഇവൻ ഇവിടുന്ന് വിളിച്ചുകൊണ്ട് പോയിക്കോ. ഇവനിപ്പോൾ ഇവിടുത്തെ കുടിസുമുറിയിലാണ് താമസിക്കുന്നത്. അങ്ങനെ സച്ചി നമ്മുടെ ശ്രീകാന്ത് താമസിക്കുന്ന ആ ഹോട്ടലിൽ തന്നെയുള്ള ഒരു റൂമിലേക്ക് ചെല്ലുക. അവിടെ ചെന്ന് കണ്ടതും നമ്മുടെ സച്ചിക്ക് നല്ല സങ്കടമായിട്ടോ. ഇങ്ങനെയുള്ളൊരു ചുറ്റുപാടിലാണോ ഇവൻ താമസിക്കുന്നത്? ഞാൻ വിചാരിച്ചു നീ വർഷയുടെ വീട്ടിൽ സുഖമായിട്ട് കഴിയുകയാണെന്ന്. എടാ, ഞാൻ പറഞ്ഞാൽ നീ കേൾക്കില്ല. നീ എൻ്റെ അനിയനല്ലേ? ഇന്ന് തന്നെ നീ നിൻ്റെ ഭാര്യയും കൂട്ടിയിട്ട് വീട്ടിലേക്ക് വരണം.
എനിക്ക് ആ കാര്യത്തിൽ ഒരു ഉറപ്പും പറയാൻ പറ്റില്ല സച്ചിയേട്ടാന്ന് പറഞ്ഞ് ശ്രീകാന്ത് പതിയെ നമ്മുടെ സച്ചിയുടെ കൈ തട്ടി അവിടെ നിന്ന് അവൻ പോവുക. പിന്നീടാണെങ്കിലോ നമ്മളെ കാണിക്കുന്നത് ഡബ്ബിംഗ് സ്റ്റുഡിയോയിൽ നിന്ന് ഡബ് ചെയ്തുകൊണ്ടിരിക്കുന്ന വർഷയാണ്. സീനൊക്കെ കുറച്ച് ഹെവി ആണല്ലോ സാറേ, എനിക്ക് നന്നായിട്ട് വിശക്കുന്നുണ്ട്, ഞാൻ ഫുഡ് ഓർഡർ ചെയ്യട്ടെ എന്ന് പറഞ്ഞ് അവൾ ആ മേലുദ്യോഗസ്ഥൻ്റെ അടുത്തേക്ക് വന്നു. അയാൾ പറയുന്നുണ്ട്, എൻ്റെ വർഷേ, നിൻ്റെ ഭർത്താവിനോട് ഫുഡ് ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ അവനിപ്പം തന്നെ എത്തിച്ചു തരില്ലേ, പിന്നെ നീ എന്തിനാ ഇങ്ങനെ ടെൻഷൻ അടിക്കുന്നത്? അതിനിപ്പം ഞാനും പുള്ളിക്കാരനും സെപ്പറേറ്റ് ആയിട്ടാണ് താമസിക്കുന്നത്. എന്തു പറ്റി? കഴിഞ്ഞ ദിവസമായിരുന്നല്ലോ നിങ്ങളുടെ താലി പിരിക്കുന്ന ചടങ്ങുണ്ടായിരുന്നത്. അന്ന് ആ ചടങ്ങിന് വരാൻ പറ്റാത്തതിൽ എനിക്ക് നല്ല വിഷമം ഉണ്ടായിരുന്നു. അന്നത്തെ ദിവസം നടക്കാൻ പാടില്ലാത്ത പല കാര്യങ്ങളും നടന്നെന്നേ. സച്ചിയേട്ടൻ എൻ്റെ അച്ഛനെ അടിക്കുകയൊക്കെ ചെയ്തു. അങ്ങനെ വലിയ വിഷയമുണ്ടായി. ഇപ്പം ശ്രീകാന്ത് എവിടെയോ താമസിക്കുക, ഞാൻ വീട്ടിലുമാണ്. എന്തായാലും ഞാൻ ഫുഡ് ഓർഡർ ചെയ്യട്ടെ സാറേ, ഞാൻ വിളിക്കാം എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ വർഷ അവിടുന്ന് പോവുക. ആ ഒരു സീൻ കഴിഞ്ഞതും നമ്മളെ കാണിക്കുന്നത് വർഷയുടെ അടുത്ത് നിന്നും രേവതി നേരെ പോകുന്നത് ലക്ഷ്മി അമ്മയുടെ അടുത്തേക്കാണ്. അപ്പോൾ വീട്ടിലെത്തി ശരത്തോട് അങ്ങനെ ഇരിക്കുക. ലക്ഷ്മി അമ്മയുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. എൻ്റെ മോളെ, ഇത്രയും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായോ? അതെ അമ്മേ, അവരെല്ലാവരും കൂടി എന്നെ കള്ളിയാക്കി. എനിക്കത് സഹിക്കാവുന്നതിലും അപ്പുറമായിരുന്നു. പിന്നെ സച്ചിയേട്ടൻ എൻ്റെ കൂടെ ഉണ്ടായിരുന്നത് കൊണ്ട് മാത്രമാണ് ഞാൻ എല്ലാത്തിലും തരണം ചെയ്തു പോയത്. അല്ലെങ്കിലും സച്ചിയേട്ടനുള്ളപ്പോൾ ഒക്കെ ചേച്ചിക്ക് ഭയങ്കര കോൺഫിഡൻസ് ആണല്ലോ. അയാളോട് പറയണം അടങ്ങി ഒതുങ്ങി ഇരിക്കാനായിട്ട്. എന്തൊക്കെ സംസാരിച്ചാലും ഈ ആളുകളുടെ ദേഹത്ത് കൈവയ്ക്കുന്ന സ്വഭാവം മാത്രം പുള്ളിക്കാരൻ മാറ്റില്ലല്ലോ. നീ എന്തൊക്കെയാണ് ഈ പറയുന്നത്? ഇത്രയും കാലവും നിനക്ക് ഭയങ്കര ഒരു ബഹുമാനത്തോടു കൂടിയാണല്ലോ നീ സച്ചിയേട്ടനെ കുറിച്ച് സംസാരിച്ചുകൊണ്ടിരുന്നത്. ഉള്ള ബഹുമാനമൊക്കെ പോയി. ഇനിയിപ്പോൾ ഒന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. എനിക്കാണെങ്കിലോ പുള്ളിക്കാരനെ ഇപ്പം കാണുന്നത് പോലും ഇഷ്ടമല്ല എന്ന് നമ്മുടെ ശരത്ത് അവിടെ നിന്നുകൊണ്ട് പറയുക. അപ്പോൾ ഉടനെ തന്നെ ലക്ഷ്മി അമ്മ പറയുന്നുണ്ട്, എടാ അധിക പ്രസംഗി, നീ എന്തൊക്കെയാ ഈ പറയുന്നത്? നിൻ്റെ ചേച്ചിയുടെ ഭർത്താവാണ് സച്ചി എന്നുള്ള കാര്യം നീ മറന്നു പോകുന്നുണ്ട് കേട്ടോ. ഇത് കുറച്ച് അധികമാണെന്നൊക്കെ ലക്ഷ്മി അമ്മയും വിലക്കുന്നുണ്ട്. അല്ലടി മോളെ രേവതി, നീ എന്തിനാ ശരിക്കും അവളുടെ മാല എടുത്തത്? അമ്മേ, ഞാൻ വല്ലതും പറഞ്ഞു കഴിഞ്ഞാൽ കൂടിപ്പോവും. ആ മാല എടുത്ത് അതങ്ങ് പണയം വെക്കാനായിരുന്നു എൻ്റെ ഉദ്ദേശം. എത്ര പറഞ്ഞാലും മനസ്സിലാവില്ലല്ലോ. ഞാനൊരു കാര്യം പറയാം, അവളുടെ മാല ആ ഒരു ഹാരത്തിൽ തൂങ്ങി നിന്നു. അതുകൊണ്ട് ഞാനതങ്ങ് എടുത്തന്നേ ഉള്ളൂ, അവൾക്ക് തന്നെ തിരിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. അതിനവരെല്ലാവരും കൂടി എന്നെ കള്ളിയാക്കുക ചെയ്തത്. ഇപ്പം ചേച്ചിക്ക് കിട്ടാനുള്ളതൊക്കെ കിട്ടിയല്ലോ. ചേച്ചിയുടെ ഭർത്താവിനെ കൊണ്ട് വലിയ പ്രശ്നമാണല്ലോ. എടാ നീ എന്തൊക്കെയാ ഈ പറയുന്നത്? മര്യാദക്ക് പഠിച്ച് എന്തേലും ഒരു ജോലി മേടിച്ചോണം. അല്ലാണ്ട് ആൻ്റണിയുടെ കൂടെ കറങ്ങി പ്രശ്നം ഉണ്ടാക്കാൻ നിൽക്കരുതേ. ആൻ്റണിയുടെ കൂടെ ജോലി ചെയ്യണമെന്നോ ആൻ്റണിയുടെ കൂടെ കറങ്ങി നടക്കണമെന്നൊക്കെ ഞാൻ തീരുമാനിച്ചോളാം. ചേച്ചിയുടെ കാര്യം നോക്കിയാൽ മതിയെന്ന് നമ്മുടെ ശരത്ത് രേവതിയുടെ മുഖത്ത് നോക്കി പറയുക. അപ്പം തന്നെ രേവതി പറയുന്നുണ്ട്, ഇതെന്താ അമ്മ ഇവനിങ്ങനെ? ഇവനൊരു മാറ്റവും ഇല്ലല്ലോ. ഇവൻ നന്നാകുമെന്നുള്ള കാര്യത്തിൽ സംശയമാണല്ലോ അമ്മേ. ഇല്ലടി മോളെ, അവൻ നന്നായിക്കോളും. എന്തിനേക്കാട്ടിലും വലുത് ഇപ്പം പണമാണെന്ന് അവന് മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ട് അവനൊരു ജോലി കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിലെ പ്രശ്നങ്ങളൊക്കെ തീരുമെന്ന് ലക്ഷ്മിയമ്മ പറയുക. അങ്ങനെ ആ ഒരു സീനോട് കൂടിയാണ് ഇന്നത്തെ നമ്മുടെ ചെമ്പനീർ പൂവിൻ്റെ വിശേഷം അവസാനിക്കുന്നത്. അപ്പോൾ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് കാണുക. നാളെ ഇതിൻ്റെ റിവ്യൂ ആയിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസമൊക്കെ ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ ഓക്കെ, താങ്ക്